അപ്പോൾ നമ്മൾ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുന്നു. ക്ലിയർ ആയല്ലോ? രണ്ട് രീതിയിലുള്ള അപ്രോച്ചിലാണ് നമ്മൾ രോഗങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഒന്ന് നേരെയും ഒന്ന് മെമ്മറി ട്രിക്കിലൂടെയും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മെമ്മറി ട്രിക്കാന്ന് എനിക്കറിയാം. മെമ്മറി ട്രിക്ക് ഇല്ലാതെയും കൂടി ഒന്ന് മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പനികളെല്ലാം വൈറസാണ്. എന്താ പറഞ്ഞേ? പനികളെല്ലാം വൈറസാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓൾ പനി, എല്ലാ പനികളും എന്ത് മൂലമാണ്? വൈറസ് അല്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പാഷാണത്തി കൃമി എല്ലായിടം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പനിക്കകത്തുമുണ്ട്. അപ്പോൾ പനികൾ പൊതുവെ എല്ലാം വൈറസാണ്. വ്യത്യസ്തമായിട്ടുള്ള പനി, എലിപ്പനി പ്രശ്നമാണ്. എലിപ്പനി മാത്രം ബാക്ടീരിയ. എലിപ്പനി മാത്രം ഏതാണ്? ബാക്ടീരിയ. അപ്പോൾ പനികളെല്ലാം ഏതാണ്? വൈറസ്. എന്നാൽ എലിപ്പനി മാത്രം ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറോ ഇക്ടറോ ഹെമറേജിയ എന്ന ബാക്ടീരിയ. എന്താ പറഞ്ഞേ? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരെന്താ? ലെപ്റ്റോസ്പൈറോ ഇക്ടറോ ഹെമറേജിയ. മലമ്പനി പ്രോട്ടോസോവ മൂലമാണ്. ക്ലിയർ ആയല്ലോ? മലമ്പനിക്ക് കാരണം എന്താണ്? പ്രോട്ടോസോവയാണ്. ഇതാണ് PSC പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം. മലമ്പനിക്ക് കാരണം എന്താണ്? പ്രോട്ടോസോവ. കഴിഞ്ഞ എറണാകുളം ജില്ലയിലെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയുടെ പേരെന്ത്? എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന ബാക്ടീരിയ. എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന ബാക്ടീരിയ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ പനികളെക്കുറിച്ചൊരു ഏകദേശ അറിവ് ആദ്യം തന്നെ തന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാക്ടീരിയ രോഗം ഇപ്പം ഈ ഒരു 10 മിനിറ്റുള്ളിൽ, ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞു തരണം. പെട്ടെന്ന് തന്നെ. എങ്ങനെയായിരിക്കും വഴി? കോഡ് തന്നെയാണ്. അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പഠിക്കാൻ ഒരു എളുപ്പ വഴി നമുക്ക് നോക്കാം. കോക്ഷകുന്യു DTP സെൻറ്റർ ആന്ധ്രയിൽ. എന്താണ്? കോക്ഷകുന്യു DTP സെൻറ്റർ ആന്ധ്രയിൽ. ഓർത്തിരിക്കുക. ഇത് മാത്രമേ ഞാൻ നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് മാർഗ്ഗം ഉറപ്പാ. കോക്ഷകുന്യു DTP സെൻറ്റർ ആന്ധ്രയിൽ. ക്ലിയർ ആയല്ലോ? ഇത് മാത്രം, വേറൊന്നും വേണ്ട. കോവച്ച് എന്താണ്? കോളറ. കോവച്ച് എന്താ അസുഖം? കോളറ. ഇക്ഷാവച്ച് എന്താ അസുഖം? ക്ഷയം. ഇക്ഷാവത്ത് എന്താണ്? ക്ഷയം. കൂവച്ച് എന്താണ്? കുഷ്ഠം. കൂവച്ച് എന്താണ്? കുഷ്ഠം. അപ്പം കോളറ, ക്ഷയം, കുഷ്ഠം, നിമോണിയ. ന്യൂവച്ച് എന്താണ്? നിമോണിയ. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോക്ഷകുന്യു കിട്ടി. അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഞാൻ പറക്കി വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഡി വെച്ച് റാങ്ക് മേക്കിംഗ് ഭാഗം എന്ന് വേണേൽ പറയാം. ഡി വെച്ച് എന്താണ്? ഡിഫ്തീരിയ. ഡി വെച്ച് എന്താണ്? ഡിഫ്തീരിയ. ടി വെച്ച് 2 അസുഖങ്ങളാണ്. ടി വെച്ച് 2 അസുഖങ്ങൾ, ടെറ്റനസും ടൈഫോയിഡും. ടെറ്റനസും ടൈഫോയിഡും. പി വെച്ച് 2 അസുഖങ്ങൾ. ടെറ്റനസ്, ടി വെച്ച് 2 അസുഖം നമ്മൾ പറഞ്ഞു. ടെറ്റനസും ഉണ്ട്, ടൈഫോയിഡും ഉണ്ട്. പി വെച്ച് പ്ലേഗ് പെർട്ടൂസിസ്. പ്ലേഗ് പെർട്ടൂസിസ്. ക്ലിയർ ആയല്ലോ? പ്ലേഗ് പെർട്ടൂസിസ്. ആന്ധ്ര എന്ന് പറയുമ്പം ആന്ത്രാക്സ്. ഏതാണ്? ആന്ധ്ര എന്ന് പറയുമ്പം ആന്ത്രാക്സ്. മറ്റ് ബാക്ടീരിയ രോഗങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ട്രക്കോമ. ഏതാണ്? ട്രക്കോമ. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഭക്ഷ്യവിഷബാധ, ബോട്ടുലിസം. ഏതാണ്? ബോട്ടുലിസം. അതുപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ഗൊണേറിയ. ഏതാണ്? ഗൊണേറിയ. ഇതും ബാക്ടീരിയ മൂലമാണ്. മറ്റ് രോഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ. തലച്ചോറിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധ ഏതാ? മെനിഞ്ചൈറ്റീസ്. അപ്പം മെനിഞ്ചൈറ്റീസ് എന്ത് മൂലമാണ്? ബാക്ടീരിയ മൂലമാണ്. സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണെന്നറിയപ്പെടുന്ന സിഫിലിസ്, ഇതും എന്ത് മൂലമാണ്? ബാക്ടീരിയ ആണ്. ഇതൊരു അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചോദിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ കോഡിലൂടെ പറഞ്ഞിരിക്കുന്നത്. കോക്ഷകുന്യു DTP സെൻറ്റർ ആന്ധ്രയിൽ. ഒന്ന് പറഞ്ഞേ, കോക്ഷകുന്യു DTP സെൻറ്റർ ആന്ധ്രയിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓരോ ബാക്ടീരിയ രോഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ച കോളറയല്ലേ? കോക്ഷകുന്യു DTP സെൻറ്ററിലെ കോ വെച്ച് ആദ്യം കോളറ എന്ന രോഗം നമുക്ക് നോക്കാം. കോളറ എന്ന രോഗത്തിൻ്റെ പ്രത്യേകത, മലിന ഭക്ഷണ പാനീയങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗം, അതായത് ജലത്തിലൂടെ പകരുന്ന രോഗമാണെന്നാണ് സാരം. അപ്പോൾ മലിന ഭക്ഷണ പാനീയങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് കോളറ. നിങ്ങൾ പേടിക്കണ്ട, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ വേറൊരു ട്രിക്കിലൂടെ പഠിക്കും. എല്ലാം നമ്മൾ മെമ്മറി ട്രിക്കിലൂടെ ബൈഹാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്നാലും കോളറ എങ്ങനെയാണ് വരുന്നത്? മലിന ഭക്ഷണ പാനീയങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് കോളറ. കോളറയുടെ ബാക്ടീരിയയുടെ പേര്, ആ രോഗാണുവിൻ്റെ പേരാണ് വിബ്രിയോ കോളറ. പേര് പോലെ തന്നെ വിബ്രിയോ കോളറ. എല്ലാ അസുഖത്തിൻ്റെയും പേര് അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് കരുതി അങ്ങനെ അങ്ങ് എഴുതാമെന്ന് വിചാരിക്കരുത്. ഓപ്ഷന് വിബ്രിയോ എന്ന് മാത്രമേ കാണത്തുള്ളൂ. കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഏതാ? കോളറ. ആയുർവേദത്തിൽ ഇതിനെ വിഷൂജിക അല്ലെങ്കിൽ വിഷസൂചിക എന്നറിയപ്പെടുന്നു. ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കോളറ. ക്ലിയർ ആയല്ലോ? അപ്പോൾ മലിന ഭക്ഷണ പാനീയം കണ്ണി കണ്ടെടുത്തെല്ലാം പോയി കിട്ടണമെല്ലാം വലിച്ചു വാരി കഴിച്ച് ഫുഡ് പോയിസൺ പോലെയല്ലേ മലിന ഭക്ഷണ പാനീയം കഴിച്ചുണ്ടായ അസുഖമല്ലേ? ആയുർവേദത്തിൽ ഇതിനെ എന്ത് വിളിക്കും? വിഷൂജിക അല്ലെങ്കിൽ വിഷസൂചിക എന്ന് വിളിക്കും. ക്ലിയർ
ആയല്ലോ. ഇനി ഈ കോളറ വന്നാൽ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നത് എങ്ങനെയാ? റിവർ പോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക, റിവർ പോലെ. അങ്ങനെ അങ്ങ് ഓർക്കുക, റിവറൈൻ ഡിസീസ്. എന്ത് വിളിക്കും? താഴെ തന്നിരിക്കുന്നത് റിവറൈൻ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? കോളറ. അപ്പൊ അടുത്ത രോഗമാണ് ഏതാ? നമ്മൾ കോളറ പഠിച്ചു. അടുത്ത രോഗം ഏതാ? ക്ഷയം. ഏതാണ്? ക്ഷയം. ക്ഷയത്തിന്റെ പ്രത്യേകം അറിയാവോ? സകല വ്യാധികളുടെയും രാജാവ്, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ക്ഷയത്തിന്റെ രോഗാണുവിന്റെ പേരാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്രോ അല്ല, മൈക്കോപ്ലാസ്മ എന്ന് പറയത്തില്ലേ, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇനി ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ കണ്ടെത്തിയത്, ഈ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചത് റോബർട്ട് കോക്ക് എന്നാണ്. അപ്പോൾ കോക്ക് എന്നൊക്കെ എഴുതുമ്പോൾ എഴുതുമ്പോൾ കോച്ചെന്നാണ് എഴുതുന്നത്. ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത് നമ്മൾ ബുക്കിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കോച്ചെന്ന് വായിക്കരുത്. ചില ആൾക്കാർ കോച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് കോക്കെന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രോഗരാജാവെന്നും ദാരിദ്ര്യത്തിൻ്റെ രോഗമെന്നും അതുപോലെ എന്താണ് കോക്ക് ഡിസീസ് എന്ന് മാത്രമല്ല വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗവും ഏതാണ്? ക്ഷയം. അപ്പോൾ ക്ഷയത്തിൻ്റെ 4 വർണ്ണന ഏതാ? രോഗങ്ങളുടെ രാജാവ്, ദാരിദ്ര്യത്തിൻ്റെ രോഗം. ഏതാണ്? ദാരിദ്ര്യത്തിൻ്റെ രോഗം. അതുപോലെ വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ രോഗമാണ് ക്ഷയം. ഇപ്പോഴത്തെ കണക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ സ്ഥിതി അറിയാമല്ലോ. അപ്പോൾ എന്തായാലും കൊറോണ വരുന്നുണ്ട്. കൊറോണ ഒരു സാധാരണ രോഗമല്ല, പാൻഡമിക് രോഗമാണ്. നമുക്ക് എന്താണെന്നത് വിശദമായി പിന്നാലെ വരുന്നുണ്ട്. എങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു വാർഷിക കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ രോഗമാണ് ക്ഷയം. എന്നാൽ ശിശു മരണത്തിന് കാരണമായ രോഗമാണ് ന്യൂമോണിയ. ഏതാണ്? ന്യൂമോണിയ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ രോഗം ഏതായിരുന്നു? ക്ഷയമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ കൊറോണ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ രോഗം ക്ഷയമായിരുന്നു. കുഞ്ഞുങ്ങളുടെ മരണത്തിന് ശിശു മരണത്തിന് കാരണമായ രോഗമാണ് ന്യൂമോണിയ. ക്ലിയർ ആയല്ലോ? ന്യൂമോണിയ. ഈ 2 രോഗങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗിയുള്ള രാജ്യമാണ് ഏതാ? ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഒരുപാട് തവണ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ക്ഷയരോഗി, കുഷ്ഠരോഗി, പ്രമേഹ രോഗി, അന്ധന്മാർ, വികലാംഗരൊക്കെയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഈ ക്ഷയം എന്ന രോഗം അല്ലെങ്കിൽ ക്ഷയവും ന്യൂമോണിയയും ബാധിക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്? ശ്വാസകോശത്തെ. ക്ലിയർ ആയല്ലോ? നമ്മുടെ ക്ഷയത്തെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ ക്ഷയത്തെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ആ ചികിത്സാ രീതിയുടെ പേരാണ് ഡോട്ട്സ്. ഏതാണ്? ഡോട്ട്സ്. ഡയറക്റ്റ് ഒബ്സർവബിൾ ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. എന്താണ് പറഞ്ഞത്? ഡയറക്റ്റ് ഒബ്സർവബിൾ ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. എന്താണ്? മാർച്ച് 24. നമുക്ക് ഓർക്കാൻ എളുപ്പ വഴിയുണ്ട്, നമുക്ക് നോക്കാം. വനജയുടെ കാലക്ഷയം. ഏതാണ്? വനജ. ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെമ്മറി കോഡാണ്. അപ്പോൾ മാർച്ച് 21 മുതൽ 24 വരെ അനായാസം നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ മാർച്ച് 21 ലോക വനദിനം. എല്ലാം ലോക ദിനങ്ങളായി പറയുന്നേ. മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ക്ലിയർ ആയല്ലോ? വനജയുടെ കാലക്ഷയം അങ്ങനെ പഠിച്ചാൽ പോരെ. ക്ഷയത്തിൻ്റെ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ ക്ഷയത്തിൻ്റെ വാക്സിനാണ് BCG. ഏതാണ്? BCG. ബാസിലസ് കാൽമെറ്റ് ഗ്യൂരിൻ. ഏതാണ്? ബാസിലസ് കാൽമെറ്റ് ഗ്യൂരിൻ. കണ്ടുപിടിച്ചവരുടെ പേരാണ് കാൽമെറ്റും ഗ്യൂരിനും. അപ്പോൾ BCG വാക്സിൻ വികസിപ്പിച്ചെടുത്ത ആരാണ്? കാൽമെറ്റും ഗ്യൂരിനും. 2 പേരുകളാണ്, കാൽമെറ്റ് എന്ന വ്യക്തിയും ഗ്യൂരിൻ എന്ന പേരും. ക്ഷയം വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ക്ഷയം എങ്ങനെ പകരുന്ന രോഗമാണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്കൊരു ധാരണ ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ്. എന്നാൽ ക്ഷയം മാത്രം പഠിച്ചാൽ പോരാ, വായുവിലൂടെ പകരുന്ന സകല രോഗങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. അതല്ല അതിൻ്റെ രീതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് ഓർക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. മെമ്മറി കോഡ് നോക്കണ്ടേ? ആന്ധ്രയിലെ വില്ലനായ വാസുസാറിനും 5 മൊണ്ടിപ്പന്നികൾക്കും പകർച്ചപ്പനിയും ഡിഫ്തീരിയയും ചിക്കൻ ബോക്സും വന്ന് ക്ഷയിച്ചു. ക്ലിയർ ആയല്ലോ? ആന്ധ്രയിലെ വില്ലനായ വാസുസാറിനും 5 മൊണ്ടിപ്പന്നികൾക്കും പകർച്ചപ്പനിയും ചിക്കൻ ബോക്സും ഡിഫ്തീരിയയും വന്നു ക്ഷയിച്ചു. അങ്ങനെ അങ്ങ് ബൈഹാർട്ട് ചെയ്യുക. എന്തിനാ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഈ ഒരു സെൻറ്റൻസ് കാണാൻ പഠിച്ചാൽ പോരെ. അനായാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ ചെയ്ത രീതി നിങ്ങളിലേക്ക് അതുപോലെ എത്തിക്കുന്നു, അത്രമാത്രം. ഓരോ അസുഖങ്ങൾ നമുക്ക് നോക്കാം. 1
ആന്ധ്രയിലെ ആന്ത്രാക്സ്, ഒന്നാമത്തെ അസുഖം ഏതാ? ആന്ത്രാക്സ്. വില്ലനായ വില്ലൻ ചുമ, രണ്ടാമത്തെ അസുഖം ഏതാണ്? ആന്ത്രാക്സ് കിട്ടി, വില്ലൻ ചുമ. വില്ലൻ ചുമ എന്ന് പറഞ്ഞാൽ എന്താ? പെർട്ടൂസിസ്. ഏതാണ്? പെർട്ടൂസിസ്. വാസു സാറിന്, അപ്പം മൂന്നാമത്തെ അസുഖമായി. വാസു വെച്ച് വസൂരി. ഏതാണ്? വസൂരി. സാറ് വെച്ച് സാർസ്. സാർസ് കൊറോണ വൈറസ്. കൊറോണ, നമ്മുടെ മനസ്സിലേക്ക് കൊറോണ ഇല്ലേ? നേരത്തെ വന്ന കൊറോണ വൈറസ് ഉണ്ട്, സാർസ് നേരത്തെ വന്ന അതിൻ്റെ മോഡിഫൈഡ് വെർഷനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19. അപ്പോൾ സാറ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ വസൂരി, സാർസ്. വസൂരി, സാർസ്. ഇനി 5 മൊണ്ടിപ്പന്നി. അപ്പോൾ 5 വെച്ച് എന്താ? അഞ്ചാമത്തെ അസുഖം ഏതാ? അഞ്ചാം പനി. ഏതാണ്? അഞ്ചാം പനി. ചിലടത്ത് പൊങ്ങം പനി എന്നറിയപ്പെടുന്ന അഞ്ചാം പനി എന്ന് വിളിക്കുന്ന മീസൽസ്. ഇനി അടുത്ത മൊണ്ടിപ്പന്നികൾക്ക്. അപ്പോൾ മൊണ്ടി എന്ന് പറയുമ്പോൾ മുണ്ടിനീര്. ഏതാണ്? മുണ്ടിനീര്. അപ്പോൾ ആറാമത്തെ അസുഖം മുണ്ടിനീര്. അടുത്ത പന്നി വെച്ച് പന്നിപ്പനി. ഏതാണ്? പന്നിപ്പനി. ഏഴാമത്തെ അസുഖം ഏതാ? പന്നിപ്പനി. ഇനി എന്താ അടുത്തത്? പകർച്ചപ്പനികൾ. പകർച്ചപ്പനികളെല്ലാം വരുന്നുണ്ട്. അടുത്തെന്താ? അപ്പോൾ പനികളെല്ലാം എന്ത് മൂലമാണ്? ഈ വൈറസ് ഈ പറയുന്ന വായുവിലൂടെ പകരുന്ന രോഗമാണ് പകർച്ചപ്പനികളെല്ലാം തന്നെ. അടുത്തത് എന്താ? പകർച്ചപ്പനി, ഡിഫ്തീരിയയും. അപ്പോൾ എട്ടാമത്തെ അസുഖം നമുക്ക് കിട്ടി. ഇനി അടുത്ത 9ാമത്തെ ഡിഫ്തീരിയ. ഏതാണ്? ഡിഫ്തീരിയ. ക്ലിയർ ആയല്ലോ? ഡിഫ്തീരിയ. അടുത്ത 10ാമത്തെ അസുഖമാണ് ഏതാ? ചിക്കൻ പോക്സ്. ഏതാണ്? ചിക്കൻ പോക്സ്. വന്നു ക്ഷയിച്ചു. അപ്പോൾ ക്ഷയം. ഏതാണ്? അപ്പോൾ അടുത്ത 11ാമത്തെ അസുഖമാണ് ഏതാ? ക്ഷയം. ക്ലിയർ ആയല്ലോ? ഇപ്പം നമുക്ക് നോക്കാം. ആന്ധ്രയിലെ വില്ലനായ വാസു സാറിനും 5 മൊണ്ടിപ്പന്നികൾക്കും പകർച്ചപ്പനിയും ഡിഫ്തീരിയയും ചിക്കൻ ബോക്സും വന്നു ക്ഷയിച്ചു. നിങ്ങളിതൊന്ന് കാണാൻ പഠിക്കാൻ ഞാൻ നിങ്ങൾ എന്താ മാത്രമേ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അസുഖം തെറ്റിപ്പോകത്തില്ല. ഈ രോഗനിർണയ ടെസ്റ്റിലേക്ക് കിടക്കാം. അതല്ലേ എപ്പോഴും ചോദിക്കുന്നത്? രോഗനിർണയ ടെസ്റ്റ്. ക്ഷയത്തിൻ്റെ ടെസ്റ്റ് TST, ടൈൻ, മാൻഡോക്സ്. അപ്പോൾ ക്ഷയത്തിൻ്റെ ടെസ്റ്റ് ഏതൊക്കെയാണ്? TST, ടൈൻ, മാൻഡോക്സ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ക്ഷയത്തിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണ്? മാൻഡോക്സ്. ആ ഒരു ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ക്ഷയത്തിൻ്റെ ടെസ്റ്റ് 3 ഡോട്ട്സ് ഇല്ല. ഡോട്ട്സ് എന്താണ്? നിങ്ങൾ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഡോട്ട്സ് എന്ന് കാണിക്കും. ഡോട്ട്സ് അപ്പം പറയണം സാർ, അത് ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ രോഗനിർണയ ടെസ്റ്റല്ല, ചികിത്സാ രീതിയാണ്. ടെസ്റ്റല്ല, ചികിത്സാ രീതി. ക്ഷയത്തെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. എന്നാൽ ക്ഷയത്തിൻ്റെ ടെസ്റ്റ് ഏതൊക്കെയാ? TST, ടൈൻ, മാൻഡോക്സ്. അപ്പോൾ ക്ഷയത്തിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണെന്ന് അറിയാമോ? ഏതാ? മാൻഡോക്സ്. അടുത്ത രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ടെസ്റ്റുകൾ 4 എയ്ഡ്സിൻ്റെ ടെസ്റ്റ് എത്ര ഉണ്ട്? പ്രധാനമായി 4. നമ്മൾ 5 എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. അതെങ്ങനെ ഓർക്കാമെന്നറിയാമോ? ന്യൂസ് എന്ന് ഓർത്തിരിക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അതാണ് ന്യൂസിൻ്റെ ഫുൾ ഫോം. നമ്മളത് മാറ്റി എയ്ഡ്സിന് ടെസ്റ്റുകളാക്കാൻ പോകുന്നു. എന്ന് വെച്ച് നേവ ടെസ്റ്റ്. എന്ന് വെച്ച് എന്താണ്? നേവ ടെസ്റ്റ്. ഈ വെച്ച് എലിസ ടെസ്റ്റ്. ഈ വെച്ച് എന്താണ്? എലിസ ടെസ്റ്റ്. W വെച്ച് വെസ്റ്റേൺ ബ്ലോട്ട്. W വെച്ച് എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട്. S വെച്ച് സോർട്ട് ടെസ്റ്റ്. എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് ഏതാ? എലൈസ ടെസ്റ്റ്. സൗജന്യമായ എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് ഏതാ? എലൈസ ടെസ്റ്റ്. എയ്ഡ്സ് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് എലൈസ ടെസ്റ്റ്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. എയ്ഡ്സിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. ഒപ്പം PCR ടെസ്റ്റ് കൂടിയുണ്ട്. എയ്ഡ്സിൻ്റെ ടെസ്റ്റാണ് ഏതാ? PCR ടെസ്റ്റ്. ക്ലിയർ ആയല്ലോ? കുഷ്ഠരോഗത്തിൻ്റെ ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. കുഷ്ഠത്തിൻ്റെ ടെസ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കുഷ്ഠത്തിൻ്റെ ടെസ്റ്റ് എന്താ? ലെപ്രാമൈൻ ടെസ്റ്റും ഹിസ്റ്റാമൈൻ ടെസ്റ്റും. ഏതൊക്കെയാണ്? കുഷ്ഠത്തിൻ്റെ ടെസ്റ്റ് ഏതാണ്? ലെപ്രാമൈൻ ടെസ്റ്റും ഹിസ്റ്റാമൈൻ ടെസ്റ്റും. അപ്പോൾ കുഷ്ഠത്തിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? കുഷ്ഠത്തിന് ഇംഗ്ലീഷ് എന്താ? ലെപ്രസി. അപ്പോൾ ഓർത്തിരുന്നൂടെ? ലെപ്രാമൈൻ ടെസ്റ്റ്, ഹിസ്റ്റാമൈൻ ടെസ്റ്റ്. ഇനി വർണ്ണാന്തത, നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത രോഗം, പാരമ്പര്യ രോഗമാണ്. ഈ വർണ്ണാന്തര ടെസ്റ്റ് ഏതാ? ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തര ടെസ്റ്റ് ഏതാണ്? ഇഷിഹാര ടെസ്റ്റ്. നിശാന്തത ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തത എന്ന രോഗത്തിൻ്റെ ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ്. കാഴ്ചശക്തി പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഏതാ? സ്നെല്ലൻ ചാർട്ട് പരിശോധന. ഒരു ബോർഡിൽ കുറേ അക്ഷരങ്ങൾ എഴുതി ചെറുതും വലുതുമായിട്ടുള്ള താഴേന്ന് ഇങ്ങനെ വായിക്കാൻ പറയും. എന്താ യാര അല്ല എന്നൊക്കെയുള്ള ഈ അക്ഷരങ്ങൾ നമ്പറുകൾ ABCD ക്രമത്തിലും ഒക്കെ മലയാളത്തിലൊക്കെ കൊടുത്തിട്ട് താഴേന്ന് 3ാമത്തെ അക്ഷരമൊക്കെ വായിക്കാൻ പറയത്തില്ലേ? ആ ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ കാഴ്ചശക്തി പരിശോധിച്ച ചാർട്ടാണ് ഏതാ? സ്നെല്ലൻ ചാർട്ട്.
ശ്രവണ പരിശോധന പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രവണ പരിശോധന ടെസ്റ്റാണ് ഏതാ? വെബർ ടെസ്റ്റ്. ഏതാണ്? വെബർ ടെസ്റ്റ്. അപ്പോൾ ശ്രവണ പരിശോധനയുടെ ടെസ്റ്റാണ് ഏതാ? വെബർ ടെസ്റ്റ്. നമ്മൾക്ക് നുണ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നുണ പരിശോധന ടെസ്റ്റാണ് ഏതാ? പോളിഗ്രാഫി. ഒന്ന് പോളിഗ്രാഫി, മറ്റൊന്ന് നാർക്കോ അനാലിസിസ്. അപ്പോൾ ഒന്ന് പോളിഗ്രാഫി, മറ്റൊന്ന് നാർക്കോ അനാലിസിസ്. ഒന്ന് പോളിഗ്രാഫിയും മറ്റൊന്ന് നാർക്കോ അനാലിസിസും. ക്ലിയർ ആയല്ലോ? മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റാണ് ഏതാ? ബിലിറൂബിൻ ടെസ്റ്റ്. മഞ്ഞപ്പിത്തം പരിശോധന ടെസ്റ്റ് ഏതാണ്? ബിലിറൂബിൻ ടെസ്റ്റ്. നമുക്കറിയാവുന്നതാണ്. ക്യാൻസർ നിർണയ ടെസ്റ്റാണ് ബയോപ്സി. അപ്പോൾ ക്യാൻസർ നിർണയ ടെസ്റ്റ് ഏതാണ്? ബയോപ്സി. ഇനി എന്താ? സ്തനാർബുദം പരിശോധന ടെസ്റ്റ് ഏതാണ്? അർബുദം പരിശോധിക്കുന്ന ബയോപ്സി ആണെന്ന് മനസ്സിലായി. ഇനി സ്തനാർബുദമാണെങ്കിലോ മാമോഗ്രാഫി. അപ്പോൾ ക്യാൻസർ ബയോപ്സി, അതായത് ആർബുദം പരിശോധന ടെസ്റ്റ് ഏതാണ്? അത് ബയോപ്സിയാണ്. എന്നാൽ സ്തനാർബുദം പരിശോധന ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാഫി. ഗർഭാശയ ക്യാൻസർ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഏതാ? പാപ്സ്മിയർ. ഏതാണ്? പബ്സും ജിലേബിയൊന്നും അല്ല, പാപ്സ്മിയർ. ഒന്ന് പറഞ്ഞേ, പാപ്സ്മിയർ. ക്ലിയർ ആയല്ലോ? പാപ്സ്മിയർ. അപ്പോൾ ഡിഫ്തീരിയയുടെ ടെസ്റ്റ് നോക്കാം. ഡിഫ്തീരിയ ടെസ്റ്റ് ഏതാണ്? ഷിക്ക് ടെസ്റ്റ്. സുരേഷ് ഗോപി ഓർത്താൽ മതി, ഷിറ്റ് എന്ന് പറയത്തില്ലേ? അപ്പോൾ അതുപോലെ അങ്ങ് ഓർത്താൽ മതി. ഡിഫ്തീരിയ ടെസ്റ്റ് ഏതാണ്? ഷിറ്റ് അല്ല, ഷിക്ക് ടെസ്റ്റ്. ശ്രദ്ധിച്ചു നോക്കുക, ഷിക്ക് ടെസ്റ്റ്. അപ്പോൾ ഡിഫ്തീരിയ ടെസ്റ്റ്, ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയ ടെസ്റ്റ്, ഷിക്ക് ടെസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ടൈഫോയിഡിൻ്റെ ടെസ്റ്റ് നോക്കാം. ടൈഫോയിഡ്, വൈഡാൽ ടെസ്റ്റ്. ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കിറ്റ് ടെസ്റ്റ്. ഇനി മസ്തിഷ്കത്തിന്റെ പരിശോധന എങ്ങനെയാണ്? EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. പ്രമേഹത്തിന്റെ, അതായത് പഞ്ചസാരയുടെ പ്രമേഹത്തിന്റെ ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ്. പ്രമേഹത്തിന്റെ ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ്. സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന സിഫിലിസിന്റെ ടെസ്റ്റാണ് ഏതാ? VDRL ടെസ്റ്റ്. ഏതാണ്? VDRL ടെസ്റ്റ് അല്ലെങ്കിൽ വാസർമാൻ ടെസ്റ്റ്. ഏതൊക്കെയാണ്? VDRL ടെസ്റ്റ് അല്ലെങ്കിൽ വാസർമാൻ ടെസ്റ്റ്. കിട്ടിയാൽ ഇത്രയും കാര്യം കിട്ടിയല്ലോ. അടുത്ത നമ്മുടെ രോഗമാണ് ഏതാ? കുഷ്ഠരോഗം. ഏതാണ്? കുഷ്ഠരോഗം. കുഷ്ഠത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ? ലെപ്രസി. ഏതാണ്? ലെപ്രസി. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് ഏതാ? കുഷ്ഠം. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് ഏതാ? കുഷ്ഠം. മനുഷ്യനെ മാത്രം ബാധിക്കുന്ന രോഗം അല്ലെങ്കിൽ മനുഷ്യരാൽ മാത്രം പകരുന്ന രോഗം എന്ന വിശേഷണമുള്ള രോഗമാണ് ഏതാ? കുഷ്ഠം. കുഷ്ഠത്തിന്റെ ബാക്ടീരിയ, ക്ഷയത്തിന്റെ ബാക്ടീരിയ പറഞ്ഞതുപോലെ തന്നെയാണ്. കുഷ്ഠത്തിന്റെ ബാക്ടീരിയ ഏതാ? മൈക്കോ ബാക്ടീരിയം ലെപ്രേ. മൈക്കോ ബാക്ടീരിയം ലെപ്രേ. കുഷ്ഠത്തിന്റെ രോഗാണുവിനെ കണ്ടുപിടിച്ചത് ഹാൻസൺ ആണ്. ആരാണ്? ഹാൻസൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുഷ്ഠത്തിന്റെ ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഹാൻസൺ. അതുകൊണ്ട് തന്നെ ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കുഷ്ഠം. അപ്പോൾ കുഷ്ഠത്തിന്റെ രോഗാണുവിനെ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഹാൻസൺ. അപ്പോൾ ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കുഷ്ഠരോഗം. ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗിയുള്ള സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗിയുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. നമ്മുടെ കണിക്കൊന്നയില്ലേ, നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുന്നത്, കണിക്കൊന്ന അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. കണിക്കൊന്ന എന്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ കുഷ്ഠ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഏതാ? കണിക്കൊന്ന. അപ്പോൾ കുഷ്ഠത്തിൻ്റെ വാക്സിനാണ് ഏതാ? സ്ട്രെപ്റ്റോമൈസിൻ. ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. അപ്പോൾ ഈ വാക്സിനെ കണ്ടുപിടിച്ച ആരാ? സാൽമാൻ വാക്സിൻ. ഏതാണ്? പേരും കണ്ടോ, തിരിഞ്ഞു പോരുത്. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ എന്ന വാക്സിൻ കണ്ടെത്തിയ ആരാ? സാൽമാൻ വാക്സിൻ. സൽമാൻ ഖാൻ എന്നെങ്കിലും ഓർത്ത് വെച്ചേക്കണം, സാൽമാൻ വാക്സിൻ. ഇനി കുഷ്ഠത്തിൻ്റെ ചികിത്സാ രീതി നമുക്ക് നോക്കാം. കുഷ്ഠരോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ് മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി. മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി. അടുത്ത ഒരു രോഗമാണ് ഏതാ? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അടുത്ത രോഗമാണ് ഏതാ? ന്യൂമോണിയ. ഏതാണ്? ന്യൂമോണിയ. ന്യൂമോണിയ ബാധിക്കുന്ന എവിടെയാ? ശ്വാസകോശത്തെയാണ്. അപ്പോൾ ന്യൂമോണിയ എന്ന രോഗം ബാധിക്കുന്ന എവിടെയാണ്? ശ്വാസകോശത്തെയാണ്. ന്യൂമോണിയയുടെ രോഗാണുവിൻ്റെ പേരാണ് ന്യൂമോകോക്കസ് എന്ന ബാക്ടീരിയ. ഏതാണ്? അപ്പോൾ ന്യൂമോണിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ന്യൂമോകോക്കസ്. ഏതാണ്? ന്യൂമോകോക്കസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതാ? ന്യൂമോണിയ. ഏതാണ്? ന്യൂമോണിയ. ഏറ്റവും കൂടുതൽ ശിശു മരണത്തിന് കാരണമായ രോഗം ഏതാണ്? ന്യൂമോണിയാണ്. ക്ലിയർ ആയല്ലോ? ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് കണ്ടും കേട്ടും പഠിച്ച് മനസ്സിലാക്കി നല്ല വൃത്തിയെ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.